വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലൂടെ യേശു നമ്മെ വളരെ മനോഹരമായ ഒരു ഉപമ പഠിപ്പിക്കുന്നു. അതിന്റെ ആദ്യത്തെ 2 വചനങ്ങൾ ഞാൻ വായിക്കാം. ബാക്കി ഭാഗങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കം ചെയ്യുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. പിതാവ് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അനേകം മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. എങ്കിലും പിതാവ് ആഗ്രഹിക്കുന്ന ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അനേകം പേരെ പ്രവാചകന്മാരായും രാജാക്കന്മാരായും ന്യായാധിപന്മാരായും പുരോഹിതന്മാരായും ഒക്കെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. എന്നാൽ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. അവസാനം സ്വന്തം പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ ലോകത്തിൽ വന്ന് പിതാവിന്റെ മുന്തിരിത്തോട്ടത്തിലെ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു ഫലം പുറപ്പെടുവിച്ചു. ഫലം പുറപ്പെടുവിച്ച ഒരേ ഒരു വ്യക്തിയായിരുന്നു യേശു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് നമുക്കും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കൃഷിക്കാരൻ കൃഷിത്തോട്ടത്തിൽ കൂടുതൽ ഫലം കായ്ക്കാനായി കൃഷി വെട്ടിയൊരുക്കുകയും, അതായത് ചെടികൾ വെട്ടിയൊരുക്കുകയും വളമിടുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ ഒരു സത്യസുവിശേഷകനും കുറെ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരുന്നു. ദാരിദ്ര്യം, പട്ടിണി, അതുപോലെ സുവിശേഷത്തെക്കുറിച്ചുള്ള എതിർപ്പ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു സുവിശേഷ പ്രഘോഷകനും നേരിടേണ്ടതായി വരുന്നു. യേശുക്രിസ്തുവും തന്റെ സുവിശേഷ പ്രഘോഷണ കാലത്ത് ഇതുപോലെയുള്ള ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഭൂതത്തെ കൊണ്ടാണ് നീ പിശാചുക്കളെ പുറത്താക്കുന്നതെന്നും, നീ ഒരു പ്രവാചകനാണോ എന്നും, നിനക്കാരാണ് ഈ അധികാരം തന്നതെന്നും ഒക്കെ ഒത്തിരി ചോദ്യങ്ങളും അതുപോലെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഒക്കെ യേശുക്രിസ്തു തന്റെ വചന പ്രഘോഷണ കാലത്ത് നേരിടുകയുണ്ടായി. അതുപോലെ നമ്മളും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവപുത്രനായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നാൽ ചേർന്ന് നിൽക്കാത്ത ശാഖകൾ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. ആരെല്ലാം ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് അത് ലഭിക്കും എന്നാണ് പിതാവിന്റെ വാഗ്ദാനം. ഇത് പിതാവ് നമുക്ക് എല്ലാവർക്കും നൽകുന്ന വാഗ്ദാനമാണ്. അതുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരാം. പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തിയത് പുത്രൻ പിതാവിന്റെ കൽപ്പനകൾ പാലിക്കുകയും ആ കൽപ്പനകൾ പുത്രനിൽ നിലനിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് പിതാവ് പുത്രനിൽ മഹത്വപ്പെട്ടത്. അതുപോലെ പുത്രനും നമ്മെ സ്നേഹിച്ചു. നമ്മളും പരസ്പരം സ്നേഹിക്കണമെന്നാണ് പുത്രനായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവവചനം സ്വീകരിക്കുകയും ദൈവവചനം പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മളും ആ സ്നേഹത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കെല്ലാവർക്കും പിതാവിന്റെ തോട്ടത്തിലെ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു മുന്തിരിച്ചെടിയായി തീരാം. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.